കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നവർക്ക് ജനങ്ങളുടെ ക്ഷേമത്തെക്കാളേറെ ആശയപരമായ പൊരുത്തക്കേടുകളുടെ പേരിൽ ഗവർണറുമായി അംഗം കുറിക്കാൻ നല്ലൊരു ഭാഗം സമയം ചിലവഴിക്കേണ്ടതായി വരുന്നുണ്ട്. നിലവിലെ ഗവർണറുമായി ഭാരതാംബയെ ചൊല്ലിയാണ് വിവാദം. ഇതിനു മുമ്പ് ഇവർ കൊമ്പുകോർത്തത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടായിരുന്നു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയൻ ജനറൽ സെക്രട്ടറിയായി തുടങ്ങി കോൺഗ്രസ്, ജനതാദൾ, BSP, ഒടുവിൽ BJPയിലും രാഷ്ട്രീയ സ്വത്വം തേടുകയും UP രാഷ്ട്രീയത്തിൽ പയറ്റി തെളിയുകയും ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇവർ വെല്ലുവിളിച്ചത്. അവസാനം ഗവർണർ നടുറോഡിലിറങ്ങി SFIക്കാരെ പരസ്യമായി വെല്ലുവിളിക്കുന്നത് കേരള ജനത കണ്ടതാണ്. പുതിയ ഗവർണറുമായി അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമരസപ്പെട്ടു പോവുകയായിരുന്നു. അപ്പോഴാണ് ലോക പരിസ്ഥിതി ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാജ്ഭവനിൽ നിന്നാകാമെന്ന് കൃഷിമന്ത്രി P. പ്രസാദിന് തോന്നിയത്. ഭാരതാംബയുടെ ചിത്രത്തിൽ പൂവിട്ട് തുടങ്ങാം എന്ന നിലപാടിലായിരുന്നു ഗവർണർ. ഇതിലേക്കുള്ള പ്രോട്ടോകോൾ പരിശോധിക്കാനാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തലേന്ന് ഉദ്യോഗസ്ഥർ രാജ്ഭവനിലേക്ക് പോയത്. പരിപാടി നടക്കേണ്ട സെൻട്രൽ ഹാളിൽ ചെന്നപ്പോൾ അവിടെ ഭാരതാംബയുടെ ചിത്രം അലങ്കരിച്ചു വച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ഭാരതാംബയുടെ കയ്യിലിരിക്കുന്ന കൊടിയുടെ നിറം അങ്ങ് ബോധിച്ചില്ല. ഉദ്യോഗസ്ഥർ മന്ത്രി പ്രസാദുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം വിവരം മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഗവർണറെ വിളിച്ചു ചോദിച്ചപ്പോൾ അതിലെന്താണ് പ്രശ്നം എന്നാണ് തിരിച്ചു ചോദിച്ചത്. ചിത്രം RSSന്റെ ഐഡന്റിറ്റി ആണെന്ന വാദത്തിൽ കൃഷിമന്ത്രി പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. എന്നാൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് തന്നെ പരിപാടി ഗംഭീരമായി നടത്തുകയും ചെയ്തു. ഏതായാലും കൃഷിമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടി തീരുമാനിച്ച് അവരുടെ വക ദർബാർ ഹാളിൽ ഇതേ പരിപാടി സംഘടിപ്പിച്ചു. ഒരേ പരിപാടി ഇത്രയും പണം ചിലവഴിച്ച് 2 വേദിയിൽ സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ഉയരുന്ന ചോദ്യം, ഭാരതാംബയുടെ ചിത്രം ഈ നാട്ടിൽ അത്ര നിഷിദ്ധമാണോ? സ്വാതന്ത്ര്യ സമരകാലത്ത് പല ദേശങ്ങളിലായി കിടന്ന ജനങ്ങളെ ഭാരതം എന്ന ഒറ്റ സങ്കല്പത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായി ഉയർന്നു വന്ന ബിംബമാണത്. ജനങ്ങളെ ദേശീയതയോട് അടുപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ അനന്തരവനായ അബനീന്ദ്രനാഥ ടാഗോറാണ് ഭാരതമാതാവിന്റെ മൂലചിത്രം വരച്ചത്. അതിൽ ഭാരതാംബ കാവ്യ വസ്ത്രധാരിയായിരുന്നു. പിന്നീട് ഭാരതത്തിന്റെ അങ്ങു തൊട്ട് ഇങ്ങുവരെ പ്രദേശത്തിനും സംസ്കൃതിക്കും അനുസരിച്ച് ഭാരതാംബയ്ക്ക് രൂപമാറ്റമുണ്ടായി. രാജാരവിവർമ്മയും അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കനുസരിച്ച് ഭാരതാംബയെ വരച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ പതാകയുമായി നിൽക്കുന്ന ഭാരതാംബയും വന്നു. അല്ലാതെ ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ പാർട്ടിയുടെയോ കുത്തകയല്ല. ഭാരതാംബ ഭാരതീയരുടെ വികാരമാണ്. ചവിട്ടി നിൽക്കാൻ ഒരു ഭൂമിയില്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ജാതിക്കും മതത്തിനും ഒന്നും നിലനിൽപ്പില്ല. അതേസമയം ഇതേ പാർട്ടി ഹമാസ് തീവ്രവാദികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. ഈ പരിപാടിയിൽ ഈ നേതാക്കളെല്ലാം ശരീരം പലസ്തീനികളുടെ കഫ്യ കൊണ്ട് മൂടിയിരുന്നു. അപ്പോൾ ഇവർക്ക് ഭാരതാംബയോട് മാത്രമേ ഉള്ളൂ ഐത്തം? ഇവർ ഇത്തരം നീക്കങ്ങളിലൂടെ എന്താണ് പൊതുജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നത്? ഇന്ത്യയുടെ തനത് സംസ്കാരവും രീതികളുമെല്ലാം പുറങ്കാലുകൊണ്ട് തട്ടിക്കളയേണ്ടതും മറ്റു നാട്ടുകാരുടെ സംസ്കാരങ്ങൾ നമ്മൾ എടുത്തു മൂടണം എന്നാണോ? ഒരു ഭാരതീയന് അവന്റെ സംസ്കാരത്തെയോ ആചാരങ്ങളെയോ പിൻപറ്റാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും സ്വന്തം ആചാരങ്ങളെ പിന്തുടർന്നാൽ അവരെ സംഘിച്ചാപ്പകുത്തി ഒറ്റപ്പെടുത്തും. നിരപരാധികളെ കൊന്നൊടുക്കുകയും ഒരു രാജ്യത്തിലെ ജനതയെ മുഴുവൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത തീവ്ര സംസ്കാരം പിന്തുടരാനുള്ള മാതൃകയാണോ ഇവർ കാണിച്ചു തരുന്നത്? നട്ടല് നിവർന്ന് ഇതെന്റെ നാടിന്റെ സംസ്കാരം, എന്റെ മണ്ണിന്റെ മണമിതാണ്, ഞങ്ങളുടെ നാടിന്റെ രീതി ഇതാണെന്ന് തുറന്നു പറയാൻ പോലും കഴിയാത്ത ഒരു സമൂഹമാണോ ഇനി വരേണ്ടത്?